നമ്മളുടെ സിനഡുകളിലും CBC മീറ്റിങ്ങിലും KCBCയിലുമൊക്കെ ഈ വിഷയം, ഇപ്പോൾ ഈ പറഞ്ഞ വിഷയം നിരന്തരമായിട്ട് ചർച്ചയ്ക്ക് എടുക്കാറുള്ളതാണ്. വൈദിക പരിശീലനത്തിൽ നമ്മൾ വരുത്തേണ്ട വ്യത്യാസങ്ങൾ, അതുപോലെ കാറ്റഗറ്റിക്കലായിട്ടുള്ള കാര്യത്തിൽ എനിക്ക് അതേക്കുറിച്ച് ഒന്ന് സൂചിപ്പിക്കാനുള്ളത്, ഈ കാറ്റഗസിസ് കേവലം ടെക്സ്റ്റ് ബുക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സെക്കുലർ ടോപ്പിക്ക് നമ്മൾ പഠിപ്പിക്കുന്നത് പോലെ ഉള്ളൊരു വിഷയമല്ല. എൻ്റെ ഒരു നിലപാട്, എ ക്രൈസിസ് ഇൻ കാറ്റഗസിസ് ഓട്ടോമാറ്റിക്കലി ലീഡ്സ് ടു എ ക്രൈസിസ് ഇൻ എക്ലീഷ്യൽ ഗവേണൻസ്. അത് നമുക്ക് ഏത് രൂപതയിലും ഉണ്ടാകുന്ന പ്രശ്നം അതാണ്. കാറ്റഗറ്റിക്കലായിട്ടുള്ള വിശ്വാസ പരിശീലന മേഖലയിലുള്ള കാര്യങ്ങൾ നമ്മൾ നല്ലപോലെ നടത്തിയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ക്രൈസിസ് ഉണ്ട്. അത് സഭാ ഭരണത്തിലും കുടുംബ കൂട്ടായ്മയുടെ കാര്യങ്ങളിലും എല്ലാം. അതുകൊണ്ട് നമ്മൾ വിശ്വാസ പരിശീലനം വളരെ ക്രമബദ്ധമായ രീതിയിൽ നമ്മൾ നടത്തേണ്ടതുണ്ട്. അത് കേവലം ടെക്സ്റ്റ് ബുക്കുകളിൽ മാത്രം ഒതുങ്ങരുത്. നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ച ഈ ആത്മാവിൻ്റെ പ്രവർത്തനം, ഷുറുൽ ജെറൂസലേം പറയുന്നൊരു കാര്യമുണ്ട്, വാട്ട് ദ ഹോളി സ്പിരിറ്റ് ടച്ചസ് ദ ഹോളി സ്പിരിറ്റ് ചേഞ്ചസ്. നമ്മളെ ആത്മാവ് റൂഹ തൊടണം, അപ്പോഴാണ് നമുക്ക് വ്യത്യാസം വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളിൽ കൂടുതൽ നമുക്ക് തന്നെ ആഴപ്പെടാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ കാറ്റഗസിസ് അടിസ്ഥാനപരമായിട്ട് പൗരസ്ത്യ സഭകളിൽ മിസ്റ്റഗോജിക്കൽ കാറ്റഗസിസ് ആണ്. മിസ്റ്റഗോജിയ എന്ന് പറഞ്ഞാൽ മിസ്റ്ററി, രഹസ്യം എന്നാണ്. ആ രഹസ്യം എന്താണ്? ആ രഹസ്യമാണ് ഈശോ. അപ്പോൾ ഈശോയിലേക്ക് വീണ്ടും വീണ്ടും നമ്മുടെ കുട്ടികളെ, നമ്മുടെ മുതിർന്നവരെ കൊണ്ടുവരാനുള്ള ആ ഒരു വലിയ പരിശ്രമമാണ്. ഓരോ ക്ലാസ്സിലും നമ്മൾ കേൾപ്പിക്കേണ്ട സ്വരം ഈശോയുടെ സ്വരമാണ്. അങ്ങനെ മിസ്റ്റഗോജിക്കൽ കാറ്റഗസിസിൻ്റെ ആ ഒരു മുഖ്യമായ വഴികളിലേക്ക് നമ്മൾ കുറച്ചുകൂടെ ഇറങ്ങേണ്ടതുണ്ട്. ഇപ്പം നമ്മളൊരു സെക്കുലർ ലൈനിൽ കുറേ അങ്ങ് പോയി കഴിഞ്ഞു. കുട്ടികൾക്ക് താല്പര്യം കുറയുന്നുണ്ട്, അധ്യാപകർക്ക് ശരിക്കും പറഞ്ഞു കൊടുക്കാനുള്ള പ്രയാസങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ സിനഡിലും അതിന് വേണ്ട സപ്ലിമെൻ്ററി ടെക്സ്റ്റുകളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.